മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ്. സമരം ശക്തമായി തുടരും. ഞങ്ങൾ ഉടനെ തന്നെ പ്രഖ്യാപിക്കും. അങ്ങനെ തന്നെയാണ്. ഇവർ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഉന്മേഷ്. നിലവിൽ അവർ അപ്പുറത്തെത്തി മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് കയറി മുഖ്യമന്ത്രിയെ കാണുമെന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. 256 ദിവസമായി വിവിധ സമര പരിപാടികളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ ആശാപ്രവർത്തകർ ഉണ്ടായിരുന്നു. നിലവിൽ സംഖ്യ കൂടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആശാപ്രവർത്തകർ എത്തിയാണ് ഇപ്പോൾ ഈ ക്ലിഫ് ഹൗസ് മാർച്ചിലേക്ക് അണിനിരന്നിട്ടുള്ളത്. അതിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഇവിടെ ക്ലിഫ് ഹൗസിന് ചുറ്റുമായി അണിനിരക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലും ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമം കൂടി പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നു. കൂടുതൽ വനിതാ പോലീസുകാർ നേരത്തെ ഈ സമരം തുടങ്ങുമ്പോൾ ഇത്ര വലിയ അല്ലെങ്കിൽ ആശാപ്രവർത്തകർ ഇത്ര മണിക്കൂറുകൾ സമരം നീണ്ടുപോകുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല. മറിച്ച് പിന്നീടാണ് ഈ പ്രഖ്യാപനം സമരം നീണ്ടുപോകുന്നു, രാത്രി വരെ സമരം തുടരുമെന്നുള്ളൊരു പ്രഖ്യാപനം കൂടി ആശാപ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ ബാരിക്കേഡ് വെച്ചതിലൂടെ ആശാപ്രവർത്തകർ കടക്കാനുള്ള ശ്രമം അവരെ പോലീസ് തടയുന്ന ഒരു കാഴ്ച കൂടി കാണാനുണ്ട്. ഈ പ്രവർത്തകർ ബാരിക്കേഡിന് സൈഡിലൂടെ ഉള്ളിലേക്ക് ക്ലിഫ് ഹൗസിനകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. വനിതാ പോലീസുകാർ ആശാപ്രവർത്തകരെ തടയുന്നും കൂടിയുണ്ട്. എന്തായാലും സമരം തുടരും. അത് മുഖ്യമന്ത്രിയെ കാണാതെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ഈ സമരം ഇവിടുന്ന് അവസാനിപ്പിക്കില്ല. അവരുടെ അവസാനഘട്ട സമരം, അവർ മറ്റെല്ലാ സമരങ്ങളും, അത് പലതരത്തിലുള്ള സമരങ്ങൾ കണ്ടു. സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി, ദേശീയപാത വളഞ്ഞു, മുടിമുറിച്ച് സമരം നടത്തി, പട്ടിണി സമരം നടത്തി. പക്ഷെ അതിലൊന്നും ഒരു ആനുകൂല്യങ്ങൾ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇത് അവരുടെ അവസാന ഒരു സമരം, നിലനിൽപ്പിന്റെ പോരാട്ടം എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ കഴിഞ്ഞ മണിക്കൂറുകളിലടക്കം ശക്തമായ മഴ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഈ മഴയത്തും അവർ സമരം തുടരുകയായിരുന്നു എന്നുള്ളതാണ്. ആ സമരം, അത് മഴ പെയ്താലും വെയിലായാലും ഈ സമരം തുടരുമെന്നുള്ള കാര്യമാണ് ആശാപ്രവർത്തകർ പറയുന്നത്. അവർ സമരം അവസാനിപ്പിക്കാൻ തയ്യാറല്ല. കൂടാതെ ഇതിൽ പോലീസുമായി ACP വീണ്ടും ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ACPയോടും ഇവർ വ്യക്തമാക്കിയത് ഇവർ സമരം തുടരുമെന്ന് തന്നെയാണ്. കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ ഈ ബാരിക്കേഡിന് സൈഡിലൂടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5-ലധികം പ്രവർത്തകർ പോലീസിന്റെ അറസ്റ്റിലായിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് കൈവരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടി കാണുകയാണ്. അതിനിടയിലുമാണ് ഈ ആശാപ്രവർത്തകർ സമരം തുടരുന്നത്. സമരത്തിന്റെ ഗതി മാറുകയാണ്, സമരം ശക്തിപ്പെടുത്തുകയാണ്. അവർ ഇതിൽ നിന്ന് പിന്നോട്ടില്ല. ഇനി മഴ പെയ്താലും വെയിലായാലും ഒന്നും ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള കാര്യമാണ് ആശാപ്രവർത്തകർ പറയുന്നത്. അതിൽ ഈ ഫെബ്രുവരി 10-നാണ് ആശാപ്രവർത്തകർ സമരം തുടരുന്നത്. ആ ഫെബ്രുവരി 10 മുതൽ വിവിധങ്ങളായിട്ടുള്ള സമര പരിപാടികൾ കണ്ടു. പക്ഷേ അതിലൊന്നും ഒരു പരിഹാരത്തിലേക്ക് കടക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായും സമരം തുടരും, സമരം തുടരും. മുഖ്യമന്ത്രിയുടെ അത്താഴവിരുന്നും അദ്ദേഹത്തിന്റെ പള്ളിയുറക്കവും അദ്ദേഹത്തിന്റെ പ്രാതലുമെല്ലാം ഞങ്ങൾ ഇവിടെ ഇരിക്കും. ആ സമയത്ത് മുഖ്യമന്ത്രി കാണണം. ഞങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആശമാരെ തെരുവിലിട്ട് തല്ലാമെന്ന് പോലീസ് കരുതണ്ട. സർക്കാർ കാണാൻ കൂട്ടാക്കുന്നതിൽ മാത്രമല്ല, ആശമാരെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് തുടരാൻ കഴിയില്ല, ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പോലീസുകാരോട് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തെ അടക്കം കാത്തു പുലർത്തിയവരാണ് ആശാവർക്കർമാർ ഇപ്പോഴും. അതുകൊണ്ട് മനുഷ്യത്വം ഉണ്ടാകണം, സ്ത്രീകളോട് പരിഗണന വേണം, സ്ത്രീകളോട് മാന്യത വേണം. തിരിഞ്ഞു പോകില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ പിരിഞ്ഞു പോകാൻ കഴിയില്ല. ഞങ്ങളുടെ സമരം തുടരും. ഇത് കടുത്ത മുതലാളി പക്ഷമാണ് മുഖ്യമന്ത്രി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളോട് കൂറ് കാണിക്കണം. തൊഴിലാളികളോട് കൂറ് കാണിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഞങ്ങൾ കാണാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് കാണണം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരാളെങ്കിലും അവശേഷിക്കുന്നത് വരെ നിങ്ങൾക്ക് മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് പറ്റാം. പക്ഷേ ഈ സമരത്തെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ഉന്മേഷ്, അങ്ങനെ തന്നെയാണ്. സമരത്തിന്റെ ഗതി മാറുകയാണ്, സമരം കൂടുതൽ ശക്തിപ്പെടുകയാണ്. കഴിഞ്ഞ 256 ദിവസമായി അവർ നടത്തുന്ന വിവിധ ഘട്ട സമരങ്ങൾ, അതിൽ കൂടി ശക്തി പ്രാപിച്ചാണ് ഇവർ ഈ ക്ലിഫ് ഹൗസ് മാർച്ചുമായി വന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ 1 മണിക്കൂറായി
കഴിഞ്ഞ ഒരു മണിക്കൂറായി സമരത്തിന്റെ ഗതി മാറിക്കഴിഞ്ഞു. അവർ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതിൽ കഴിഞ്ഞ മാസങ്ങളായി തന്നെ ഈ ക്ലിഫ് ഹൗസ് മാർച്ചിന്റെ ഒരു പ്രാരംഭഘട്ടം അതുപോലെ തന്നെ തയ്യാറെടുപ്പുകൾ ആശമാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഈ ഒരു സമരം നടത്തുന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ആശാപ്രവർത്തകർ പിരിഞ്ഞു പോവാൻ തയ്യാറായിട്ടില്ല. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. ആശാപ്രവർത്തകർക്ക് നേരെ സമരം കൂടുതൽ ശക്തിപ്പെടുന്നു. അവർ ഈ ജലപീരങ്കി പ്രയോഗിക്കുമ്പോഴും പിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആശാപ്രവർത്തകർ പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നത്. പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ അവർക്ക് അത് അംഗീകരിച്ചേ മതിയാവൂ. അതിൽ ഈ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ ഇത് 5ാം തവണയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പക്ഷേ ഈ ജലപീരങ്കിയിലും അവർ പിരിഞ്ഞു പോകാനോ തളരാനോ തയ്യാറാക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.